നമ്മൾ അധികാരത്തിൽ കയറിയപ്പോൾ മുതൽ നമ്മളിലെല്ലാവരും വലിയ പരിചയമുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. മുൻപേ കൗൺസിലർമാരായിരുന്നവരോ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിരുന്നവരോ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഭൂരിപക്ഷവും പുതിയ ആൾക്കാരായിരുന്നു, സ്ത്രീകളുമായിരുന്നു കൂടുതലും. പക്ഷേ എന്നിട്ട് പോലും നമുക്കെല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു, കഴിയാവുന്നത്ര ആൾക്കാരുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ, സോഴ്സുകൾ, അത് വെച്ചുകൊണ്ട് നമുക്കൊരു നയമുണ്ടാകും. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പിലാക്കാൻ LDF ആണല്ലോ ഇവിടുത്തെ അധികാരത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. ആ നയം വെച്ചും അല്ലാതെയും നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകത കണക്കാക്കിക്കൊണ്ടുള്ള പുതിയ പുതിയ ഒത്തിരി കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ഈ കോർപ്പറേഷൻ സാധിച്ചു. ജനങ്ങൾക്ക് കാര്യമായ മുറിവുറുപ്പുകളൊന്നും ഇല്ലയെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉൽപ്പാദന രംഗത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം. കാരണം കൃഷി അത് നമുക്ക് വളരെ കുറച്ചേ പറ്റുന്നുള്ളൂ. നഗരമായതിൻ്റെ മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മുടെ ഭൂമിയുടെയും ഇപ്പോഴത്തെ ആൾക്കാരുടെ സ്വഭാവത്തിൻ്റെ ഒക്കെ പ്രത്യേകത കൊണ്ട്. അതേസമയം മറ്റുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ മത്സ്യകൃഷി, കന്നുകുട്ടി പരിപാലനം, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഉപഭോക്തൃവിഹിതം കുറച്ചെങ്കിലും അടച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ കോർപ്പറേഷൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകതയായിരുന്നു നമ്മുടെ ഈ എന്താ പറയുക, അവശ്യ വിഭാഗങ്ങളായി നമ്മൾ കണക്കാക്കുന്നവർ, അവർക്ക് പ്രത്യേകിച്ച് ചില വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് SC കുട്ടികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് കൊടുക്കാൻ സാധിച്ചു, ലാപ്ടോപ്പുകൾ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ സാധിച്ചു, വല കൊടുക്കാൻ സാധിച്ചു, ഐസ് ബോക്സ് കൊടുക്കാൻ സാധിച്ചു. അവരുടെ ആവശ്യം എന്താണോ അത് അതാത് വർഷങ്ങളിൽ നടത്തുന്ന ഒരു വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാവുമല്ലോ, അത് ഇവരുടെ ആവശ്യങ്ങൾ അറിയുന്ന ആൾക്കാരെയും കൂടി ചേർത്തിട്ടാണല്ലോ. അവർ പറയുന്ന സാധനങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് അത് അവർക്ക് പരാതിക്കിടയില്ലാത്ത രീതിയിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനക്ഷേമത്തിനാണ് ഏത് ഭരണവും. ആ കാര്യത്തിൽ ഇപ്പോൾ റോഡ്, തോട്, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതെല്ലാം മറ്റ് വിഭാഗം നോക്കുമ്പോൾ ക്ഷേമം നോക്കിയത് സ്ത്രീകളുടെ ക്ഷേമം, കുട്ടികളുടെ ക്ഷേമം, അംഗപരിമിതിയുള്ളവരുടെ ക്ഷേമം, ഭിന്നശേഷിക്കാരുടെ ക്ഷേമം, വയോജന ക്ഷേമത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പുറത്തു പോലും അതിൻ്റെ അലവലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതൊക്കെ പുതുമയാർന്ന കാര്യങ്ങളൂടെ നമ്മൾ ചെയ്യുകയും ഇവർക്ക് വേണ്ടി എന്തെല്ലാം നമ്മുടെ, അതായത് 5% നമ്മുടെ വരുമാനത്തിൻ്റെ, അതാണ് നമ്മൾ ഇവർക്ക് വേണ്ടി നീക്കി വയ്ക്കുന്നത്. നമുക്കതിനകത്തേക്കാൾ ഏറെ നീക്കി വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷന്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വയോജന ക്ഷേമത്തിന് വേണ്ടി നമ്മൾ ചെയ്തത് എന്താണെന്ന്. പകൽ വീടുകളിലെ ചൂട് ഭക്ഷണം കൊടുത്തത് വലിയൊരു മാറ്റം ഉണ്ടാക്കി. അപ്പോൾ 6 വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ പോകുമ്പോഴേക്കും ഒരു 10 കണക്കാക്കി മറ്റ് 4 കൂടി നമ്മൾ തുടങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 10 പകൽ വീടുകൾ ഈ ഒരു കൗൺസിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചു പോകും. ബാക്കി അടുത്ത കൗൺസിൽ കൂടി അത് ചെയ്യും. അതാരായാലും അത് ചെയ്യണം, കാരണം അത്രമാത്രം പ്രാധാന്യം അതിനുണ്ട്. അതുപോലെ നമ്മുടെ ഗുണ്ടൂപ്പറമ്പ് പകൽ വീടിന് ജില്ലയിൽ സായം പ്രഭ ഹോം എന്നൊരു അവാർഡുണ്ട്. അത് കിട്ടി 2 മാസത്തിനുള്ളിൽ നമുക്ക് കേരളത്തിലെ ഏറ്റവും നല്ല സായം പ്രഭ ഹോമായിട്ട് കോഴിക്കോടിനെ തിരഞ്ഞെടുത്തു. അത് വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മളിവിടെ ഈ 6 ദിവസം ഞങ്ങൾ വന്ന സമയത്ത് 23 നമ്മൾ ചെയ്തൊരു പരിപാടി ഉണ്ട്, നമ്മൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 6 ദിവസം നീണ്ടു നിന്ന വലിയൊരു വയോജനോത്സവമായിരുന്നു. രാവിലെ 10 മുതൽ രാത്രി 10 വരെ എത്ര പേരാ പങ്കെടുത്തത്. അപ്പോൾ നമ്മളൊക്കെ അവർ മൂലയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ടാലൻറ്റ് ബാങ്ക്. ഇവരിൽ ആർക്കാണോ എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ കഴിയുക എന്ന് അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ എന്ത് തുടങ്ങിയുള്ളൂ, അവരെ കൊണ്ടൊരു ചെറിയ ഉൽപ്പാദന യൂണിറ്റ് തുടങ്ങി. നമ്മുടെ ഈ ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ട ഓരോ ലിക്വിഡൊക്കെ ഇല്ലേ, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെങ്കിലും അടുത്ത കൊല്ലത്തെ കൗൺസിലിന് വേണ്ടി നമ്മൾ വയ്ക്കുന്ന കുറേ പ്രപ്പോസലുകളുണ്ട്. ഈ ടാലൻറ്റ് ബാങ്കിലുള്ള ആൾക്കാരെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു വികസന സദസ്സ് നടത്തും. ആ വികസന സദസ്സിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കും. ഇത്ര ഞങ്ങൾ ചെയ്തു, അതിൽ വന്ന പോരായ്മകൾ എന്താണ്, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിൽ എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളെല്ലാം അടുത്ത വികസന സദസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അതുകൂടി ചേർത്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഇനി വരുന്നവർ ആരായിക്കൊള്ളട്ടെ അവർക്ക് വേണ്ടി നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ഡു എന്ന അർത്ഥത്തിൽ കൊടുക്കാനുണ്ടാവും. പിന്നീട് ആരോഗ്യമാണ്, അത് നിങ്ങൾക്കൊക്കെ അറിയാം. കോഴിക്കോട് കോർപ്പറേഷനാണ് ആദ്യമായിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നോട്, ഹൈജിയ എന്ന പേരിൽ ഞങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ അഴക് എന്നൊരു അക്രോണി ആക്കി നമ്മൾ മാറ്റിക്കൊണ്ട് ശുചിത്വ പ്രോട്ടോക്കോൾ, അത് 2-3 ദിവസത്തെ മൊത്തം
മൊത്തം കൗൺസിലർമാരുടെ പിന്നെ കൂടിച്ചേർന്നുള്ള തീരുമാനത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ ഉള്ള എല്ലാ കാര്യങ്ങളിലും വൃത്തി സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപനങ്ങളാവട്ടെ, വീടുകളാവട്ടെ, ഹാളുകളാവട്ടെ, ഭക്ഷണശാലകളാവട്ടെ, ഇവരെല്ലാം തന്നെ ശുചിത്വം നടപ്പിലാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെ അക്കമിട്ട് നിരത്തി പുസ്തക രൂപത്തിലാക്കി കൊടുക്കാനായിട്ട് കോർപ്പറേഷൻ സാധിച്ചു. ഇതായിരുന്നു ഒരു പരിധിവരെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വൃത്തി എന്ന കാര്യത്തിലേക്ക് അവരെ കുറേയേറെ സഹായിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. വാർത്ത ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ക്ഷേമത്തിലും ആരോഗ്യത്തിലുമൊക്കെ സംസ്ഥാനത്തിൽ പോലും ഒരു മാതൃകയാവാനായിട്ട് സാധിച്ച കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. പിന്നീട് നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം റോഡും കെട്ടിടങ്ങളും ഒക്കെയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, 2 വർഷത്തെ വല്ലാത്ത മഴകൾ നമ്മുടെ റോഡ് പണികളെയൊക്കെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഈ 2 വർഷം നമ്മൾ കേരളം അനുഭവിക്കാത്ത ശക്തിയുള്ള മഴയാണ്. നമ്മുടെ മണ്ണൊലിച്ച് പോവാണ്, നമ്മുടെ റോഡൊലിച്ച് പോവാണ്. ആ പ്രശ്നങ്ങൾ ഒഴികെ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തീർത്തു പോകാൻ കോർപ്പറേഷൻ സാധിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് കൊടുക്കുന്നത് ഞങ്ങൾ ഒരു പാർട്ടിക്ക് കൊടുക്കൂ അല്ലെ മറ്റേ പാർട്ടിക്ക് കൊടുത്തില്ല, അങ്ങനെയുള്ള വിവേചനം കാണിച്ചിട്ടില്ല. കിട്ടുന്ന ഫണ്ട് എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കൗൺസിലർമാരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച വരുത്തുന്നു എന്നല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകാനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പൈപ്പിൻ്റെ ഒക്കെ കാര്യം നിങ്ങൾക്കറിയാം. നമ്മളൊക്കെ വളരെ എന്താ പറയുക, ബുദ്ധിയോടുകൂടി സമയോചിതമായി ഇടപെട്ടുകൊണ്ട് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പൈപ്പ് കണക്ഷൻ എടുക്കാനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിന് അമൃതിൽ ചെയ്ത പദ്ധതി പ്രകാരം 25 ലക്ഷം രൂപ അവർക്ക് കിട്ടി, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള പല പല സാമ്പത്തികമായിട്ടുള്ള അവാർഡുകൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്കും അറിയുന്ന മാതിരി ക്ഷേമത്തിന് കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കുടുംബശ്രീ സംവിധാനത്തിന് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. അന്തർദേശീയ തലത്തിൽ 2 അവാർഡ് നമുക്ക് കിട്ടിയില്ലേ? സാഹിത്യ നഗരം 7 അവാർഡുകളിൽ വെച്ചിട്ട് ഏറ്റവും മുകളിലുള്ള ഒരു ഹൈ ഓർഡർ തിങ്കിങ് സ്കില്ലിൻ്റെതാണ് ശരിക്കും സാഹിത്യം. അതാണ് കോഴിക്കോടിന് കിട്ടിയത്. രണ്ടാമത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് പോലും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവർ ഇൻ്റർനാഷണലായിട്ട് പരിശോധിക്കും. വെറുതെ നമ്മൾ എഴുതി കൊടുത്താലൊന്നും പോരാ, ഉള്ളത് എഴുതി കൊടുക്കാൻ നമുക്ക് സാധിക്കണം, അത് വേറെ കാര്യം. നമ്മൾ മനോഹരമായി പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഇത് നടന്ന കാര്യമാണോ എന്നൊരു പരിശോധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന ഒരു ലിസ്റ്റിലേക്ക് നമ്മളെ കൂടി ചേർത്തു. അപ്പോൾ 2 ദേശീയ അവാർഡുകൾ വാങ്ങുക ഒരു ഭരണകാലത്ത് എന്ന് പറയുന്നത്, ദേശീയമല്ല ഇൻ്റർനാഷണൽ അവാർഡ് വാങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു സംസ്കാരവും നമ്മളോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ജനത. സഹകരിക്കുക എന്ന് നമ്മൾ എന്താക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ജനം ഈ കോഴിക്കോട്ടുണ്ട്. അവരുടെ ഇല്ലായ്മകളിൽ ഞങ്ങൾ കൂടെ നിന്നു, അവരുടെ വല്ലായ്മകളിലും ഞങ്ങൾ കൂടെ നിന്നു. കൊറോണയുടെ സമയത്തൊക്കെ ഇന്ത്യയിൽ പോലും മൊബൈൽ യൂണിറ്റ് വെച്ചു. ഡോക്ടറും നേഴ്സും പോയി പരിശോധിക്കുക വീട്ടിൽ. അന്ന് ഡോക്ടർമാർ തൊടില്ലല്ലോ, കൈകൊണ്ട് തൊടാത്ത ആ കാലത്ത്. അതുപോലെ കവചം എന്ന പേരിൽ ഒറ്റ ദിവസം കൊണ്ട് 25 സെൻറ്ററിലായിട്ട് 13,000-നടുത്ത് വാക്സിൻ കൊടുത്തു, ആൾക്കാർ മടിച്ചു നിന്ന കാലത്ത്. അപ്പം നമ്മളുടെ ആ കോവിഡ് കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു പ്രവർത്തനമായിട്ട് നമുക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. നമ്മുടെ വോളണ്ടിയേഴ്സ്, നമ്മുടെ വീട്ടിലുള്ളവർ, മക്കൾ പോലും അച്ഛൻ്റെ അമ്മയുടെ മുഖമൊന്ന് കാണാൻ വേണ്ടി പെട്ടി തുറക്കാൻ പോലും സമ്മതിക്കാത്ത കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ വെളുത്തൊരു കിറ്റും ഇട്ടുകൊണ്ട് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ എല്ലായിടത്തും ഓടി നടന്ന്. ആരോഗ്യരംഗത്ത് പറഞ്ഞാൽ അറിയാത്ത മാറ്റമുണ്ട്. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കിവിടെ DMOൻ്റെ കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്, നാഷണൽ NHMൻ്റെ കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന 9 ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്. ബോംബെക്ക് മാത്രമേ ഉള്ളൂ കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്നത്. പക്ഷേ നമ്മുടെ ബജറ്റിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ അവരുടെ ശമ്പളം വരെ ആരാ കൊടുക്കുന്നത്? കോർപ്പറേഷൻ കൊടുത്തുകൊണ്ട്. നമുക്കിപ്പോഴും നടക്കാത്തൊരു കാര്യം, നമ്മൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ ഇല്ലേ, അത് നമ്മൾ നല്ല ചാക്കിലാക്കി വേർതിരിച്ചിട്ടാണ് നമ്മൾ കെട്ടിവെക്കുക. അത് കൃത്യസമയത്ത് ലേലം എടുത്തിട്ടുണ്ട് ആൾക്കാർ ഇത് കൊണ്ടുപോകാൻ. 6 ഏജൻസി ഉണ്ട് കോർപ്പറേഷനിൽ ഇത് കൊണ്ടുപോകാൻ വേണ്ടി. അവർ പല സമയത്തും നമ്മളോട് സഹകരിക്കാതെ ഭയങ്കര കള്ളത്തരങ്ങളൊക്കെ അവരിൽ കുറേ പേരൊക്കെ ചെയ്തുകൊണ്ട് അത് തന്നെ കൂട്ടിയിട്ട അവസ്ഥ. അവർ കൊണ്ടുപോകണം കുട്ടി, അവർ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ നമ്മൾ കൂട്ടിയിടുന്നത്. അവർ കൊണ്ടുപോകില്ല സമയത്തിന്. സരോവരത്ത് STP വരും. ഇപ്പോൾ എല്ലാവരും കാര്യമായി 2 പ്രക്ഷോഭകരും ഒരുമിച്ച് സമ്മതിച്ചതാണ് വെസ്റ്റയിൽ STP, അതും അവിടെ വരും. അതോടുകൂടി അടുത്ത കൗൺസിൽ വരുമ്പോഴേക്കും ഇതിൻ്റെ പണി പൂർത്തിയായിട്ട്, നമ്മളിപ്പോൾ ഇതൊരു തുടർച്ചയല്ലേ, നഗരത്തിൻ്റെ വികസനം തന്നെ തുടർച്ചയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആവും. വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കിണറുകൾ, കുളങ്ങൾ, കൊച്ചു തോടുകൾ, ഓടയിൽ ഒഴുക്കുന്ന കക്കൂസ് മാലിന്യം. ഇതെല്ലാം വലിയ പ്രശ്നമാണ്. വിദ്യാഭ്യാസത്തിൽ ഈ പറഞ്ഞ പോലെ നന്നായി പോകുന്നുണ്ട്, സ്പോർട്സ് നന്നായി പോകുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ വിദ്യാഭ്യാസ സമിതികൾ, അവരിപ്പോൾ നോബേൽ എന്ന് പറഞ്ഞിട്ട് പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അവരെ എല്ലാ
പ്ലാനറ്റോറിയത്തിൽ കുറേ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ അവസരം കോർപ്പറേഷൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ലൈബ്രറീസിനെ വെച്ചു, സ്കൂൾ ലൈബ്രറിയിൽ നന്നായി നടക്കാൻ വേണ്ടിയിട്ട്. അതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പിന്നോട്ടായെങ്കിലും അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും നമ്മളത് എന്തായാലും നമ്മുടെ പ്രോജക്റ്റിന് സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ലൈബ്രറീസ് സ്കൂളിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ല ഫർണിച്ചർ ചില സ്കൂളുകളിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. പിന്നെ നഗരാസൂത്രണം, അതുപോലെ തന്നെ അവർക്കാണ് സാംസ്കാരിക വകുപ്പ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സാഹിത്യ നഗരം കിട്ടിയതുമായിട്ട് പ്രമാണിച്ച് ഞങ്ങൾ നടത്തി. 2 പ്രാവശ്യവും നമ്മളിപ്പോൾ വന്ന ശേഷം ഫിലിം ഫെസ്റ്റിവൽ നടത്തി. ജനങ്ങൾക്കത് വലിയ സന്തോഷമായി. ഏറ്റവും പ്രധാനമായിട്ട് വരാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞെളിയമ്പറം, എൻ്റെ അമ്മോ, അത് വലിയൊരു വ്രണമാണ് വാസ്തവത്തിൽ. ഞാൻ പറയുന്നത് നെഞ്ചിലെ വ്രണ എന്നാണ് പറയുക. എന്നെ സംബന്ധിച്ച് ഒരു വേദനയാണ് അത് ആലോചിക്കുമ്പോൾ. അവിടെ ചെന്നത് കാണുമ്പോൾ, അവിടുത്തെ മനുഷ്യരുടെ ജീവിതം കാണുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു വേദനയാണ് ശരിക്ക്. അതിനൊരു പരിഹാരം തേടി നമുക്ക് മുമ്പേ ഏറ്റെടുത്തൊരു കമ്പനി നമ്മളെ പറ്റിച്ച് നമുക്ക് അവരെ അവസാനം ഓടിച്ചു വിടേണ്ടി വന്നുകൊണ്ടിരുന്നു. എന്നിട്ടിപ്പോൾ അതിന് നല്ലൊരു മാർഗ്ഗം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൂടെ നമ്മുടെ വകുപ്പിൻ്റെയും കൂടെ താല്പര്യത്തോടു കൂടി BPCL, ഭാരത് പെട്രോളിയം ലിമിറ്റഡ്, അവരിപ്പോൾ നമുക്ക് വേണ്ടി ഒരു കംപ്രസ്ഡ് ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് ആണ്. ഇപ്പം നമുക്കൊരു പ്ലാന്റ് വരും. അതോട് കൂടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ വേസ്റ്റ് KSWMP എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് കൂടി നന്നായി നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമ്മുടെ ഞെളിയമ്പറമ്പിലുള്ള എല്ലാ പഴയ കാലത്തെ വേസ്റ്റും നമ്മളവിടെ നിന്ന് നീക്കി ഞെളിയമ്പറമ്പിനെ വൃത്തിയുള്ള സ്ഥലമാക്കും. ടാഗോർ സെൻട്രി ഹാൾ നമ്മുടെ അഭിമാനമായിരുന്നു. അതിനകത്ത് LED സ്ക്രീൻ തൊട്ടാൽ ഷോക്ക് അടിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പേടിയായി. അങ്ങനെയാണ് നമ്മളത് ആദ്യം തീരുമാനിച്ചൊരു 4 കോടി ചിലവാക്കി നന്നാക്കാൻ മുൾഭാഗം എന്നായിരുന്നു. പിന്നെ നമുക്ക് 2000 പേർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം നമുക്കില്ല ശരിക്ക്. അപ്പോൾ നമ്മൾ കരുതി എന്നാൽ പിന്നെ ഉള്ള സൗകര്യം ടാഗോർ സെൻട്രി ഹാൾ ആണല്ലോ, അത് അതിൻ്റെ പ്രൗഢിയിൽ വരട്ടെ. സാഹിത്യ നഗരം കൂടി കിട്ടിയപ്പോൾ നമുക്കൊരു സ്ഥിരമായിട്ടൊരു തിയേറ്റർ, നാടകത്തിന് ഒരു തിയേറ്റർ ഉണ്ടാവുക. അതുപോലെ 3-4 മൾട്ടിപ്ലക്സുകൾ, ചെറിയ കുറച്ച് 150-200 പേർക്ക് സീറ്റിങ്ങുള്ള തുടങ്ങുക. ഇതുപോലെ 2000 പേർക്ക് ഇരിക്കാവുന്ന ഒരു കൺവെൻഷൻ ഹാൾ ഉണ്ടാക്കുക. ഒരു 200-400 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ചെറിയ ഹാളുകൾ, അതിൻ്റെ അടിയിൽ വലിയൊരു പാർക്കിംഗ് സംവിധാനം, ഇങ്ങനെയൊക്കെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള വലിയൊരു പ്രോജക്റ്റാണ് നമ്മൾ ടാഗോർ സെൻട്രി ഹാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് ടെക്നിക്കൽ സാങ്ഷൻ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തറക്കല്ലിടാൻ പറ്റും. അതിന് മുമ്പായിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. അതും നമ്മൾ ലോൺ എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോണിൻ്റെ കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് KURDFC ആയിട്ട്. അതുകൂടി ശരിയായി കഴിഞ്ഞാൽ അതിൻ്റെ പണിയും തുടങ്ങും. അതാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ, പച്ചക്കറി മാർക്കറ്റ് ഒരു 10-30 കൊല്ലമായി ആവശ്യമാണ്. കഴിഞ്ഞ കൗൺസിൽ അത് തുടങ്ങി വെച്ചു. കഴിഞ്ഞ കൗൺസിൽ, അതിൻ്റെ മുമ്പത്തെ കൗൺസിൽ ഭാസ്കരേട്ടനുള്ളപ്പോഴാണ് പ്രേമചന്ദ്രൻ ടീച്ചറുള്ളപ്പോഴായിരുന്നു അതിൻ്റെ തുടക്കം. അപ്പോൾ അത് അങ്ങനെ തുടങ്ങി. അതിന് സ്ഥലം, 1 ഏക്കറിലേറെ സ്ഥലം എടുത്തു കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെ പൈസയെല്ലാം കൊടുത്ത് അവർക്ക് വേണ്ട സ്ഥലം കംപ്ലീറ്റ് ആക്കി. എല്ലാ തരത്തിലും കൂടെ നിന്നും പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടും നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ പാളയത്തുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞങ്ങൾ കേട്ടു. അവിടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരുടെയും, ഉന്തുവണ്ടിക്കാർ തുടങ്ങിയിട്ട് ഫുട്പാത്തിലുള്ളവരുടെയും പ്രശ്നങ്ങളെ നമ്മൾ എന്തായാലും അഭിസംബോധന ചെയ്യുമെന്ന ഉറപ്പോടെ നല്ല ഒരു ഗ്രൂപ്പാണ് ഇതേറ്റ കാഡ്കോ ഗ്രൂപ്പ്. അവരുമായി ചേർന്ന് അവരെ പല അർത്ഥത്തിലും, നമ്മളിന്നിപ്പം പച്ചക്കറി മാർക്കറ്റൊക്കെ ഇവിടെ ചെറിയ മാർക്കറ്റുകൾക്കൊക്കെ 250 രൂപ പെർ സ്ക്വയർ ഫീറ്റാണ് കൊടുക്കുന്നത്. നമ്മൾ വെറും 80 രൂപ പെർ സ്ക്വയർ ഫീറ്റാക്കി മാറ്റി. അപ്പം അങ്ങനെ ആവുന്ന രീതിയിലൊക്കെ ഈ ഒരു കൗൺസിൽ നമ്മുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, അതേസമയം കഠിനമായി പരിശ്രമിച്ചുകൊണ്ട്, വിശ്രമമില്ലാതെ നമ്മുടെ കൗൺസിലർമാരും നമ്മുടെ ചെയർപേഴ്സൺമാരും ഒക്കെ തന്നെ പരിശ്രമിച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥരും നമ്മളോടൊപ്പം പരിശ്രമിച്ചുകൊണ്ട് ഒരുവിധം സന്തോഷത്തോടു കൂടി, സംതൃപ്തിയോടു കൂടി പടിയിറങ്ങാൻ സാധിക്കും ഈ കൗൺസിൽ.